ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ എന്തായാലും ഇന്നൊരു ലോങ് വീഡിയോ ആയിക്കളയാം. ഒരു സൺഡേ ആണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എല്ലാവരും പതിവ് പോലെ ലേറ്റായി തന്നെ എണീറ്റത്. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ എന്തോ അവിയൽ കഴിക്കാൻ ഒരു പൂതി. എന്നാൽ പിന്നെ ഫ്രിഡ്ജിലുള്ള പച്ചക്കറിയൊക്കെ വെച്ച് തട്ടിക്കൂട്ട് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടായിരുന്ന പച്ചക്കറി ക്യാരറ്റും പയറും കായും പിന്നെന്താ ഉരുളക്കിഴങ്ങും, അങ്ങനെ ആ ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. കുറച്ച് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ്സോ അല്ലെങ്കിൽ 3/4 ഗ്ലാസ്സോ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ. അപ്പോൾ പിന്നെ നന്നായി വെന്ത് വരും. അപ്പോൾ വെള്ളം കുറച്ചുള്ള കാരണം ലോ ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അടി പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിൽ പച്ചമുളകും നല്ല ജീരകവും പിന്നെ തേങ്ങ ആവശ്യത്തിന് കുറച്ചിട്ടിട്ട് അത് അരച്ചെടുക്കാം. ആ അരപ്പിൻ്റെ കൂടെ നമ്മൾ തൈരും കൂടി ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ തേങ്ങ ഞാൻ അരയ്ക്കാതെ ഇട്ടുണ്ടായിരുന്നു. ചിലർ ഈ അരപ്പിൻ്റെ കൂടെ അരച്ചിട്ടിടും, പക്ഷേ ഞാൻ അല്ലാതെ സെപ്പറേറ്റ് ഇടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് എടുത്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറേ നാളായിട്ട് കഴിക്കുന്നത് കൊണ്ടോ എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ഇഷ്ടമായി. അപ്പോൾ അവിയൽ മാത്രം പോരല്ലോ, കറി എന്തെങ്കിലും വേണ്ടതെന്ന് നോക്കിയപ്പോൾ കയ്പ്പയ്ക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് മീൻകറി പോലെ വെക്കും. മീൻസ് തേങ്ങയൊക്കെ അരച്ച് പുളിയൊക്കെ പിഴിഞ്ഞിട്ടുള്ള ഒരു കറിയാണിത്. എല്ലായിടത്തും വെക്കുമെന്നൊന്നും എനിക്കറിയില്ല, ഇതെൻ്റെ അമ്മ വെക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിച്ചു. ഏതൊരു ഉക്കുമോളും ജാനിയും എല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഓരോ അഭ്യാസങ്ങളൊക്കെ കാട്ടിക്കിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സൈഡിൽ കൂടെ. അതിൻ്റെ ഇടയിലാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി മറ്റേ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ കറിവേപ്പില ഇട്ടു കേട്ടോ. പിന്നെ കുറച്ച് സബോളയും കൂടി ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്പ്പയ്ക്ക ഇട്ടിട്ട് ഒന്ന് അതിൽ കിടന്നിട്ട് ഒന്ന് വെളിച്ചെണ്ണ കിടന്നിട്ട് മൂത്ത് വന്നാൽ കുറച്ച് കയ്പ്പൊക്കെ ഒന്ന് കുറയും കേട്ടോ. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് അടച്ച് വെച്ച് വേവിക്കുക. തക്കാളിയും കൂടി ഇടണം, മറക്കരുത്. പിന്നെ ലാസ്റ്റ് അത് ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ. അരപ്പെന്ന് വെച്ചാൽ തേങ്ങ വറുത്തരച്ചത് നമ്മൾക്കിവിടെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിരുന്നു, തേങ്ങ വറുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അത് നമ്മൾ മിക്സിയിൽ ജാറിലിട്ടിട്ട് അരച്ചെടുത്ത് പിന്നെ നമ്മൾ പുളിവെള്ളം കൂടി പിഴിഞ്ഞ് ഒഴിക്കുക ചെയ്തത്. പിന്നെ നമ്മൾ മുളകും പൊടി മല്ലിപ്പൊടി ഇടണം കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ലൈറ്റായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഇട്ടത്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും, അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കറി ആയി കഴിഞ്ഞപ്പോൾ തോന്നി കറി മാത്രം പോരാ, ഒരു ചമ്മന്തി കൂടി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ള ചമ്മന്തിയാണ്. നമ്മൾ വറ്റൽമുളക്, ചെറുള്ളി, പിന്നെ തേങ്ങ വറുത്തതും, പിന്നെ ചെമ്മീനും വേപ്പിലയും പുളിങ്ങയും ഇത്ര മാത്രം മതി കേട്ടോ. കുറച്ച് പച്ചത്തേങ്ങയും വേണം. അപ്പോൾ നമ്മൾ ആദ്യം പാൻ എടുത്തിട്ട് ഉള്ളിയും അതുപോലെ മുളകും വേപ്പിലയും കൂടിയിട്ട് ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം ചെമ്മീനും ഇട്ടിട്ട് നന്നായി മുരിച്ചെടുക്കുക. പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. വറുത്ത തേങ്ങയും പുളിയും പിന്നെ കുറച്ച് പച്ച തേങ്ങ ഇട്ടിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു പപ്പടം കാച്ചിയത് കാച്ചുമ്പോഴാണ് ദൃശ്യം പറഞ്ഞ് നമുക്ക് മുളകും കൂടി മറക്കാമെന്ന് കേട്ടോ. അപ്പം മുളക് ഇങ്ങനെ നമ്മൾ നടു കീറി അതിൽ ഉപ്പ് ഇങ്ങനെ പരട്ടിയിട്ട് കുറച്ച് നേരം വയ്ക്കും, എന്നിട്ടത് വറക്കും. പക്ഷെ ഭയങ്കര ടേസ്റ്റാണത്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.